ഹായ് കൂട്ടുകാരേ, എല്ലാവരും എന്ത് പറയണു? സുഖല്ലേ? അതേ, നമുക്കിപ്പോൾ സ്കൂളൊക്കെ തുറന്നുല്ലോ. ഇനി പിള്ളേർ വരുമ്പോഴേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണ്ടേ എളുപ്പത്തിൽ. അപ്പം ഞാനേ നമ്മുടെ കടയിൽ ഉണ്ടാക്കണ നല്ല മൊരുതിനുള്ള ബോണ്ട അതൊന്നും ഉണ്ടാക്കണത് എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വായോ. അതിനായിട്ട് ഞാനിതേ ഇവിടെ ഞാൻ ഇപ്പോൾ 1 കിലോ പൊടിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 നമ്മുടെ പാളയംകുടം പഴം ഉണ്ടല്ലോ, അത് നല്ല പഴുത്ത പഴം, അതും ആവശ്യത്തിന് പഞ്ചസാര. നമുക്കിപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ അത് അത്രയ്ക്ക് എടുക്കുക, കുറവ് മതിയെങ്കിൽ ആ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. അപ്പോൾ ഞാൻ അല്ലാണ്ട് ബെല്ലൊന്നും ഉരുക്കി ഒഴിക്കാറൊന്നുമില്ല. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. മൊരുതിനെ നല്ല ടേസ്റ്റോട് കൂടി കിട്ടും നമുക്ക്. അപ്പോൾ അത് നല്ലോണം മിക്സിയിൽ ഇട്ടിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് നമ്മുടെ ഈ ഗോതമ്പ് പൊടി എടുത്തിട്ട്, ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, മൈദയല്ല. ചിലർ മൈദ എടുക്കുന്നവരുണ്ടാവും, ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആ ഗോതമ്പ് പൊടി എടുത്ത് ഈ നമ്മൾ അരച്ച് കൊണ്ടുവന്ന മിക്സ് അതിലേക്കിട്ട് നമ്മുടെ സോഡപ്പൊടി ഉണ്ടല്ലോ, അത് ഇത്തിരി അധികം വേണം കേട്ടോ. ഇപ്പോൾ ഒരു 2 സ്പൂണോളം ഇതിലേക്ക് ഇട്ടുണ്ട് ഞാൻ. സാധാരണ സ്പൂൺ ഇട്ടാ അത് 2 സ്പൂൺ ഇട്ട് പാകത്തിന് ലേശം ഉപ്പും നമ്മുടെ പാകത്തിനുള്ള ഇതിട്ട് നല്ലോണം അടിച്ച്, അത്ര ടൈറ്റ് ആവാൻ പാടില്ല, എന്നാൽ നമുക്ക് ലൂസാവാനും പാടില്ല. നമ്മുടെ കയ്യിലെടുത്താൽ ഇങ്ങനെ കോരി പോരണ ഒരു പരുവത്തിൽ അടച്ച് നമ്മൾ വയ്ക്കുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 5 മണിക്കൊക്കെ ആക്കി വെച്ചാൽ ഞാൻ ഒരു 7-7 കൂടിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആ സമയത്തേക്ക് എടുത്ത് നമ്മൾ ചട്ടിയിൽ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന് ശേഷം ഇത് കയ്യിലെടുത്തിട്ട് വെറുതെ ഒന്ന് പീച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിലേക്ക്. തിരിച്ചു മറിച്ചു വിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയിട്ടാ. തീ അത്ര അധികം വേണ്ട, അപ്പോൾ ഉള്ളു വേവില്ല, സാധനം മുരിയുകയും ചെയ്യും. അപ്പോൾ അതാകെ പ്രശ്നത്തിലാവും. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നല്ലോണം തിരിച്ചു മറിച്ചു വിട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. സൂപ്പർ ബോണ്ട കിട്ടും. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കിക്കോ, പിള്ളേരെ വരുമ്പോഴേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. അപ്പം നമ്മുടെ ബോണ്ടേനെയും പിന്നെ എന്നെയും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓടി വരാം ഞാൻ കേട്ടോ.